ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം അറിയിക്കുന്നു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചനഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജന്മാദ്യസ്യ യതോന്വയാത് ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദാ കവയേ മുഹ്യന്തി യൽ സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമോ മഹാവദാന്യായ കൃഷ്ണപ്രേമപ്രദായത്തെ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമ്നേ ഗൗരത്വിഷേ നമഃ. ഹരേ കൃഷ്ണ. നമ്മൾ പ്രഥമസ്കന്ധം ഒന്നാമത്തെ സ്കന്ധത്തിൽ 7ാമത്തെ അധ്യായത്തിൽ നമ്മൾ 52ാമത്തെ ശ്ലോകമാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അശ്വത്ഥാമാവിനെ ഒരു മൃഗത്തിനെ കാട്ടുമൃഗത്തിനെയൊക്കെ കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവന്നു, തോൽപ്പിച്ച് കെട്ടിയിട്ട് അതിനെ കൊണ്ടുവന്നു. തൻ്റെ മരണം ഏത് നിമിഷമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അശ്വത്ഥാമാവിനെ കേൾക്കാൻ സാധിച്ചത് പാഞ്ചാലിയുടെ ഒരു കരുണയുടെ ശബ്ദമാണ്. മുച്യതാമേഷ ബ്രാഹ്മണോ നിതരാം ഗുരു. പാഞ്ചാലി ദ്രൗപദീ ദേവി ആ കരുണയോട് കൂടിയിട്ട് അശ്വത്ഥാമനെ ശിക്ഷിക്കരുത് എന്ന് പറയുന്നു. ശിക്ഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളും ഇവിടെ ദ്രൗപദീ ദേവി പറയുന്നു എന്നാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട സമയത്ത് ഭീമസേനന് അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഭീമസേനൻ താൻ കൊല്ലും ഈ അശ്വത്ഥാമാവനെ എന്നുള്ള ആ ഭയങ്കരമായ ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് ഇവിടെ എന്ത് വേണമെന്നുള്ളത് അറിയാതെ ആളുകൾക്ക് എന്നാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ നമ്മൾ കാണുന്നത്. 52ാമത്തെ ശ്ലോകമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. നിശമ്യ ഭീമഗതിദം ദ്രൗപദ്യാശ്ച ചതുർഭുജ ആലോക്യവദനം സഖ്വരിതമാഹ സന്നിവാം. നിശമ്യ കേട്ടിട്ട്, ഭീമഗതിദം ഭീമൻ്റെ സംസാരം കേട്ടിട്ട് എന്നർത്ഥം. ദ്രൗപദ്യാഹ
ദ്രൗപദിയുടെ ചതുർഭുജ ആലോക്യ വദനം സഖ്യു ഇതം ആഹ ഹസൻ ഇവ. അതായത് ഭീമസേനൻ്റെയും ദ്രൗപദിയുടെയും വാക്കുകൾ കേട്ട് അർജുനൻ്റെ നേരെ നോക്കി ഭഗവാൻ. എന്നിട്ട് പുഞ്ചിരിയോടുകൂടെ, ഭഗവാൻ ഇതൊന്നും പ്രശ്നമല്ല എന്നാണ് പറയുന്നത്, ഭഗവാൻ പുഞ്ചിരിയോടുകൂടെ സംസാരിക്കുകയാണ്. ഇപ്പോൾ ഭഗവാന് ചതുർഭുജ 4 കൈകളുണ്ട് ഭഗവാന് എന്നാണ് പറയണത്. അങ്ങനെ ഈ 4 കൈകൾ, എന്തുകൊണ്ട് 4 കൈകൾ ഭഗവാനുണ്ട് ഈ സമയത്ത് എടുത്തോന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ശ്രീധരാചാര്യ സ്വാമികൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്നാണ്. സ്വതവേ ഭഗവാൻ 2 കൈകളേ ഉള്ളൂ. ഇപ്പോൾ ഭഗവാന് 4 കൈകൾ ഭഗവാൻ ആ രൂപത്തിലാണ് നിൽക്കുന്നത്, ചതുർഭുജാകാരനായിട്ടാണ് നിൽക്കുന്നത്. കാരണം ആദി നാരായണമൂർത്തിയായിട്ടുള്ള വൈകുണ്ഠമൂർത്തി ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വിസ്തരണമാണ് എന്നുള്ളത് കൊണ്ട് അവിടത്തേക്ക് ഏത് സമയത്ത് വേണമെങ്കിലും 4 കൈകൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും എന്നാണ്. ദ്രൗപദീ ദേവി അശ്വത്ഥാമനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ഭീമക്കുന്ന സമയത്ത് ഭീമസേനൻ അശ്വത്ഥാമനെ ശിക്ഷിക്കണം, കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നു. ഭഗവാൻ ആ സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഭഗവാൻ എന്തേ 4 കൈ ഈ സമയത്ത് ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ ഭഗവാൻ ആവശ്യം വരുന്ന സമയത്ത് 4 കൈ എടുക്കും. ഇനി വേണമെങ്കിൽ 1000 കൈകളെടുക്കാനും ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണ് ഭഗവാൻ വിശ്വരൂപ ദർശനത്തിൽ ഭഗവാൻ എത്ര കൈകളുണ്ട്. അപ്പോൾ ഭഗവാൻ വിചാരിച്ചാൽ എന്തും സാധിക്കുമെന്നാണ്. ഭഗവാൻ പുഞ്ചിരിയോട് കൂടിയിട്ട് ഭഗവാൻ പുഞ്ചിരിക്കുന്നുണ്ട് എന്നാണ്. അടുത്ത 53-54 ശ്ലോകങ്ങൾ ഇനി വായിക്കാനായിട്ട് പോകുന്നു. ശ്രീ ഭഗവാനുവാചാം ബ്രഹ്മബന്ധുർന ഹന്തവ്യ ആതതായേ വധാർഹണ മയേവോഭയമാംനാദം പരിപാഹ്യനുശാസനം കുരു പ്രതിശ്രുതം സത്യം യത്തൽ സാന്ത്വയതാ പ്രിയം ച ഭീമസേനസ്യ പാഞ്ചാല്യാ മഹ്യമേവ ചാം. ബ്രഹ്മബന്ധു ന ഹന്തവ്യ ആതതായി വധാർഹണ മയാ ഏവ ഉഭയം ആമ്നാതം പരിപാഹി അനുശാസനം കുരു പ്രതിശ്രുതം സത്യം യൽ തൽ സാന്ത്വയതാ പ്രിയം ച ഭീമസേനസ്യ പാഞ്ചാല്യ മഹ്യം ഏവ ച. ഭഗവാൻ പറയുന്നു, ബ്രാഹ്മണനാണ്, അതുകൊണ്ട് കൊല്ലരുത്. പക്ഷേ ആതതായി വധാർഹണ, 6 വിധത്തിലുള്ള മഹാപാതകങ്ങൾ ചെയ്താലാണ് ഇവിടെ ആതതായി എന്ന് പറയുക. ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മഹാപാതകങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളെ ശിക്ഷിക്കേണ്ടതാണ് ആ ആളെ. അപ്പോൾ ഇത് വേദങ്ങളിലും പിന്നെ നീതിശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അങ്ങനെയുള്ളവരെ ശിക്ഷിക്കേണ്ടത് എന്നുള്ളത്. മയൈവ, രണ്ടും സത്യമാക്കി തീർക്കുന്ന വിധത്തിൽ പരിവാഹി അനുശാസനം, അതിനനുസരിച്ച് അർജുന പ്രവർത്തിക്കുമെന്ന് പറയാണ്. പിന്നെ കുരു പ്രതിശ്രുതം സത്യം യത്തൽ സാന്ത്വയതാ പ്രിയാം. അർജുനൻ പാഞ്ചാലിയെ സമാധാനിപ്പിക്കുന്ന സമയത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തല കൊണ്ടുവരും അശ്വത്ഥാമാവൻ്റെ എന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാഞ്ചാലിയെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ വാക്കുകൾ സത്യമാക്കിയിട്ട് തീർക്കൂ. പ്രിയം ച ഭീമസേനസ്യ, ഭീമസേനൻ്റെ വാക്കുകളും സത്യമാക്കി തീർക്കണം. പാഞ്ചാലിയുടെ വാക്കുകളും സത്യമാക്കി തീർക്കണം. പിന്നെ മഹ്യമേവച, എൻ്റെ സങ്കല്പവും സത്യമായി തീരണം, അതിനനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും ഭഗവാന്റെ ഇച്ഛ എന്ത് എന്നുള്ളത് അറിയാൻ സാധിക്കില്ല. പക്ഷേ അർജുനൻ ഭഗവാന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തായതുകൊണ്ട് അർജുനന് സൂക്ഷ്മബുദ്ധി ഉപയോഗിക്കാൻ സാധിക്കും. അതിന് ഭഗവാൻ ദദാമി ബുദ്ധിയോഗം എന്നാണ് പറയുന്നത്. ബുദ്ധിയോഗം ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുക്കും എന്നാണ്. അപ്പോൾ വേണ്ട വിധത്തിൽ വേണ്ടത് പ്രവർത്തിക്കാൻ അർജുനന് ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടായി. അർജുനന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശ്രീസൂത ഉവാച അർജുന സഹസാജ്ഞായ ഹരേർഹാർദമഥാസിന മണിം ജഹാരമൂർധന്യം ദ്വിജസ്യ സഹമൂർധജം. അർജുന സഹസാ ആജ്ഞായ ഹരേഃ ഹാർദം അഥ അസിന മണിം ജഹാര മൂർധന്യം ദ്വിജസ്യ സഹമൂർധജം. ഇപ്പോൾ നമ്മൾക്കൊക്കെ പല വിധത്തിലുള്ള ഒരു പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികളുടെ സമയത്ത് വളരെയധികം മനസ്സ്
ഒരു അജിറ്റേറ്റഡ് ആയിരിക്കുന്ന സമയത്ത്, ഇളകി മറിഞ്ഞ് ചഞ്ചലമായിരിക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ ശരിയായിക്കൊള്ളണം എന്നില്ല. വളരെ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം. അപ്പോൾ ശാന്തമായിട്ട് ഇരുന്ന് ചിന്തിച്ചിട്ട് വേണം ശരിക്കുള്ള തീരുമാനങ്ങൾ എടുക്കാൻ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അർജുനനും ദ്രൗപദിയും ഭീമസേൻ രണ്ട് വീക്ഷണത്തിലാണ്, രണ്ട് വിധത്തിലാണ് നിൽക്കുന്നത്. അർജുനൻ എന്ത് വേണമെന്നറിയാതെ നിൽക്കുക, ഭഗവാനാണെങ്കിൽ ഒന്ന് പുഞ്ചിരിയോടുകൂടെ രണ്ടും സത്യമാക്കി തീർക്കുക അർജുന എന്ന് പറയുക. ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലാണ് അർജുനൻ ചിന്തിക്കുക. സൂക്ഷ്മമായി ചിന്തിച്ചു അർജുനൻ എന്താണ് ചെയ്യേണ്ടത് എന്നത്. അശ്വത്ഥാമനെ കൊല്ലാതെ കൊല്ലണത് എങ്ങനെയാണ് എന്നാണ് അർജുനൻ ചിന്തിക്കുന്നത് എന്നാണ്. അർജുന സഹസ ആജ്ഞായ ഹരേഹേ ഹാർദം അഥ അസിന മണിം ജഹാര മൂർധന്യം ദ്വിജസ്യ സഹ മൂർധജം. അതായത് അർജുനൻ ഭഗവാന്റെ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥങ്ങൾ, ആശയങ്ങൾ അർജുനന് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ തൻ്റെ വാളുകൊണ്ട് അർജുനൻ അശ്വത്ഥാമാവിൻ്റെ ശിരസിൽ, നെറ്റിത്തടത്തിൽ എന്ന് പറയാറുണ്ട്, ശിരസിൽ എന്നും പറയാറുണ്ട്, മൂർധാവിൽ എന്ന് നെറ്റിത്തടമെന്നും പറയും, അല്ലെങ്കിൽ ശിരസിൽ എന്നും. അശ്വത്ഥാമാവിന് എങ്ങനെയാണോ കർണന് കവചകുണ്ടലങ്ങൾ ലഭിച്ചത്, അതേപോലെ ആ ഭഗവാന് സൂര്യദേവനിൽ നിന്നും വിശേഷപ്പെട്ട രത്നം അനുഗ്രഹമായി കിട്ടിയിരുന്നു. അശ്വത്ഥാമാവിൻ്റെ എല്ലാ കഴിവുകളെയും രത്നം ധരിക്കുന്നത് കൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ്. അശ്വത്ഥാമാവിൻ്റെ നെറ്റിത്തടത്തിലാണ് സൂക്ഷിച്ചതെന്ന് പറയാറുണ്ട്, മൂർധാവിൽ സൂക്ഷിച്ചു എന്ന് പറയാറുണ്ട്. എന്തായാലും ആ രത്നം തൻ്റെ വാളുകൊണ്ട് ചൂഴ്ന്നെടുത്തു അർജുനൻ. അതിൻ്റെ ശേഷം അതാ തലമുടിയോടുകൂടെ, അപ്പോൾ തലയിൽ തന്നെയാണെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ അശ്വത്ഥാമാവിൻ്റെ ശിരസിൽ മൂർധാവുള്ള രത്നം തലമുടിയോടുകൂടെ അവിടുന്ന് എടുത്തു. എന്നിട്ടോ എടുത്തതിന് ശേഷം ഇതാണ് ചിലപ്പോൾ ഓരോരുത്തരും വളരെയധികം ഇതിനെ പല സന്ദർഭങ്ങളിലും എന്ത് വേണമെന്നറിയാത്ത കൺഫ്യൂഷൻ്റെ അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ആ സമയത്ത് നല്ല സൂക്ഷ്മമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് യഥോചിതം ചെയ്യാനായിട്ട് സാധിക്കും ഓരോരുത്തർക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 56-ാമത്തെ ശ്ലോകം. വിമുച്ചരശനാബദ്ധം ബാലഹത്യാ ഹതപ്രഭം തേജസാ മണിനാഹീനം ശിബിരാന്യരയാപയൽ. വിമുച്യ രശനാബദ്ധം ബാലഹത്യ ഹതപ്രഭം തേജസാ മണിനാ ഹീനം ശിബിരാൽ നിരയാപയൽ. വിമുച്യ, ഇപ്പോൾ അശ്വത്ഥാമാവിൻ്റെ കെട്ടഴിച്ചു അശ്വത്ഥാമാവിനെ ആ ബന്ധനത്തിൽ നിന്നും മുക്തനാക്കി. എന്നിട്ടോ ബാലഹത്യ ഹതപ്രഭം, ചെറിയ കുട്ടികളെ കൊന്നു 5 പേരെ ബാലഹത്യ ചെയ്തു. ഏറ്റവും വലിയ മഹാപാപമാണ് ചെയ്തത് എന്നാണ്. ഹതപ്രഭം, അതോടുകൂടി അശ്വത്ഥാമാവിൻ്റെ തേജസ് മുഴുവൻ ചൈതന്യം മുഴുവൻ ഇല്ലാതായിട്ടുണ്ട്. പിന്നെ തേജസ് കൊടുക്കുന്നത് രത്നമായിരുന്നു എന്നാണ്. രത്നവും തലയിലുള്ള രത്നവും നഷ്ടപ്പെട്ടു അശ്വത്ഥാമാവിന്. അപ്പോൾ തൻ്റേതായിട്ടുള്ള എല്ലാ ശക്തികളും നഷ്ടപ്പെട്ടു അശ്വത്ഥാമാവിന്. എന്നിട്ട് അശ്വത്ഥാമാവിനെ ആ ഒരു പടകുടീരത്തിൽ നിന്നും കൂടാരത്തിൽ നിന്നും ആട്ടി ഓടിച്ചു എന്നാണ് പറയുന്നത്. അശ്വത്ഥാമാവിൻ്റെ അവസ്ഥയിൽ വെച്ച് നോക്കൂ. അതായത് ഈ അർജുനൻ കൊന്നു എന്ന് ചോദിച്ചാൽ കൊന്നു, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. അർജുനൻ്റെയും ഭഗവാന്റെയും ബുദ്ധി ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് ഇവിടെ അശ്വത്ഥാമനെ കൊല്ലാൻ സാധിച്ചു. കൊന്നു ചോദിച്ചാൽ ഇല്ല, കൊന്നില്ലേ ചോദിച്ചാൽ കൊന്നു, ആ വിധത്തിൽ എന്നാണ്. എന്താ ശാസ്ത്രം എങ്ങനെയാണ് പറയണത്? വപനം ദ്രവിണാദാനം സ്ഥാനാനിര്യാപണം തഥാ ഏഷ ഹി ബ്രഹ്മബന്ധൂനാം വധോ നാന്യോസ്തി ദൈഹികാം. വപനം എന്ന് പറഞ്ഞാൽ ഈ തലമുടിയൊക്കെ പകുതിയൊക്കെ മുറിച്ച് കളയുന്നത് വപനം എന്ന് അതിനാ പറയുക. ദ്രവിണാദാനം, സ്വത്ത് അപഹരിച്ചെടുക്കുന്നത്, പിന്നെ സ്ഥാനാൽ, സ്വന്തം സ്ഥാനത്തിൽ നിന്നും അവിടുന്ന് മാറ്റുന്നത് എന്നാണ്, നിഷ്കാസനം ചെയ്യുന്നത്. തഥാ ഏഷ ഹി ബ്രഹ്മബന്ധൂനാം വധഃ ന അന്യ അസ്തി ദൈഹിക. ശാരീരികമായിട്ട് കൊല്ലുന്നതിനേക്കാൾ ഗൗരവമുണ്ട് എന്ത്? മാനസികമായിട്ട് വധിക്കുന്നതിന് എന്നാണ്. അശ്വത്ഥാമാവിൻ്റെ എല്ലാ ധനവും, തൻ്റെ എല്ലാ വിധത്തിലുള്ള അശ്വത്ഥാമാവിൻ്റെ ധനവുമാണ് ഈ തലയിലുള്ള രത്നത്തിന് ചൂഴ്ന്നെടുത്തു. അത് പിന്നെ കുട്ടികളെ കൊന്നതുകൊണ്ട് ആ അശ്വത്ഥാമാവിൻ്റെ യഥാർത്ഥത്തിലുള്ള ചൈതന്യവും നഷ്ടപ്പെട്ടു പോയിരുന്നു. പിന്നെ തൻ്റെ സ്ഥാനവും നഷ്ടപ്പെട്ടു.
ഗുരുപുത്രൻ എന്നുള്ള സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ട അശ്വത്ഥാമാവിന് ഈ പല സ്ഥലത്തും അലഞ്ഞു തിരിയേണ്ടത്, ആട്ടി ഓടിക്കപ്പെട്ടു അശ്വത്ഥാമാവ് എന്നാണ് പറയുന്നത്. അവിടുന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടതായിട്ട് വരുന്നു എന്നാണ്. അപ്പോൾ തെറ്റ് ചെയ്ത് ഭഗവാന്റെ മുമ്പിൽ ക്ഷമിക്കാൻ സാധിക്കാത്ത തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു ജീവന് വരുന്ന പ്രതിസന്ധികളെക്കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ്. 58-ാമത്തെ ശ്ലോകം. പുത്രശോകാതുരാ സർവേ പാണ്ഡവാ സഹ കൃഷ്ണയാ സ്വാനാം മൃദാനാം യൽകൃത്യം ചക്രുർനിർഹരണാധികം. പുത്രശോകാതുരാ സർവേ പാണ്ഡവാ സഹ കൃഷ്ണയാ സ്വാനാം മൃദാനാം യൽകൃത്യം ചക്രുർനിർഹരണാധികം. പുത്രശോക ആതുരാः സർവേ പാണ്ഡവാः സഹ കൃഷ്ണയാ സ്വാനാം മൃതാനാം യൽ കൃത്യം ചക്രുഃ നിർഹരണാധികം. അതായത് ആ പാണ്ഡവന്മാർ പിന്നെ ദ്രൗപദിയോടുകൂടെ ഒന്നിച്ച് അവർ വല്ലാത്ത ദുഃഖത്തിലായിരുന്നവർ എന്നാണ്. അങ്ങനെയുള്ള വളരെയധികം ദുഃഖത്തോടു കൂടി തന്നെ ആ കുട്ടികൾക്ക് വേണ്ട ശേഷക്രിയകളെല്ലാം എല്ലാം ചെയ്തു എന്നാണ്. പിന്നെ വളരെ ദുഃഖത്തോടു കൂടിയിട്ട് എല്ലാ ക്രിയകളും ചെയ്ത് അവർ ആ ഭഗവാൻ തന്നെ ഈ അശ്വത്ഥമാവിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ആരാ സ്വീകരിക്കുക? അപ്പോൾ ആ ദുഃഖത്തോടു കൂടിയാണ് അവർ കുട്ടികൾക്ക് വേണ്ട ശേഷക്രിയ ചെയ്തു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അധ്യായം ഇവിടെ അവസാനിക്കുന്നു. 8-ാമത്തെ അധ്യായമാണ് ആരംഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുന്തിദേവിയുടെ സ്തുതി, കുന്തി മഹാറാണിയുടെ സ്തുതി വളരെ പ്രധാനപ്പെട്ടതാണ്. 8-ാമത്തെ അധ്യായം ആരംഭിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവ. ശ്രീസൂത ഉവാച. അഥ തേ സംവരേതാനാം സ്വാനാമുദഗമിച്ഛതാം ദാതും സകൃഷ്ണാ ഗംഗായാം പുരസ്കൃത്യ യയുസ്ത്രിയാം. അഥ തേ സംവരേതാനാം സ്വാനാം ഉദകം ഇച്ഛതാം ദാതും സകൃഷ്ണാഃ ഗംഗായാം പുരസ്കൃത്യ യയുസ്ത്രിയഃ. അതായത് മരിച്ചു പോയിട്ടുള്ളവർക്ക് പാണ്ഡവന്മാർ, അതേപോലെ പിന്നെ പാഞ്ചാലി മുതലായിട്ടുള്ളവരെല്ലാവരും ഒന്നിച്ചു ചേർന്ന്, അതായത് പിന്നെ ഒരുപാട് സ്ത്രീകൾ, വിധവകളായിട്ടുള്ള അനവധി സ്ത്രീകളുണ്ട്. മഹാഭാരത യുദ്ധത്തിൽ ശരീരം ഉപേക്ഷിച്ചിട്ടുള്ള കൗരവന്മാരുടെ പത്നിമാർ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരോടും കൂടിയിട്ട് ആ ഗംഗാനദിയുടെ തീരത്തേക്ക് യാത്ര തിരിച്ചു എന്നാണ്. അത് സ്ത്രീകളെ അവരെ മുന്നിൽ നടത്തിക്കൊണ്ട് എന്നാണ്. അപ്പോൾ എന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാനോട് കൂടിയിട്ട് അവർ ഒന്നിച്ച് യാത്ര തിരിച്ചു. എന്തിന്? ആ മരിച്ചു പോയവർക്ക് ശേഷക്രിയകൾ ചെയ്യാൻ, ഉദകക്രിയ, അതേപോലെ ശേഷക്രിയകൾ ചെയ്യാനായിട്ട് എന്നിവിടെ സൂചിപ്പിക്കുന്നു. പിന്നെ നമ്മളുടെ ഈ ഒരു നാട്ടിൽ, ഭാരതഭൂമിയിൽ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. അതായത് ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ആ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ശേഷക്രിയകൾ പുണ്യനദികളിൽ പോയിട്ട് ചെയ്യുക എന്നുള്ളത്. ഭാരതത്തിൽ ഉടനീളം അങ്ങനൊരു സമ്പ്രദായമുണ്ട്. കാരണം എന്താ? അങ്ങനെ ആ ഒരു പുണ്യനദികളിൽ തർപ്പണം ചെയ്യുന്നതോട് കൂടിയിട്ട്, ശേഷക്രിയ ചെയ്യുന്നതോട് കൂടിയിട്ട് ആ മരിച്ചു പോയ ശരീരം ഉപേക്ഷിച്ച ആത്മാക്കൾക്ക് മുക്തി കിട്ടുന്നു, മോചനം കിട്ടുന്നു എന്നാണ് വിശ്വാസം എന്നാണ്. സ്ത്രീകളോട് വളരെയധികം ഉണ്ടായിരുന്നു നമ്മളുടെ ഈ സനാതന ധർമ്മത്തിൽ. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവർ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും അംഗീകാരം കൊടുത്തിരുന്നു സ്ത്രീകൾക്ക് എന്നാണ് സൂചിപ്പിക്കുന്നത്. 2-ാമത്തെ ശ്ലോകം. തേ നിനീയോദകം സർവേ വിലപ്യച ഭൃശം പുന ആപ്ലുത ഹരിപാദാബ്ജരജപ്പോതസരിജ്ജലേ. തേ നിനീയ ഉദകം സർവേ വിലപ്യ ച ഭൃശം പുനഃ ആപ്ലുത ഹരിപാദ അബ്ജ രജപൂത സരിത് ജലേ. അവർ വളരെയധികം വല്ലാതെ ദുഃഖത്തോടു കൂടിയിട്ട് ഇവർ ഗംഗാനദിയുടെ തീരത്ത് എത്തിക്കഴിഞ്ഞു. അവിടെ ഗംഗാനദിയിൽ സ്നാനം ചെയ്ത് അവർ
ആ ഗംഗാനദി എങ്ങനെയുള്ളതാണ്? രജപൂതസരിജലെ, ശ്രീ ഭഗവാന്റെ തൃപ്പാദത്തെ സ്പർശിച്ച് ഒഴുകിയിട്ടുള്ള നദിയാണ് ഗംഗാനദി എന്നുള്ളത് കൊണ്ട് ഏത് വിധത്തിലുള്ള പാപം ചെയ്തവർക്കും ദുഃഖിക്കുന്നവർക്കും ദുഃഖിക്കുന്നവരെ ശാന്തരാക്കി തീർക്കാൻ, സമാധാനം കൊടുക്കാൻ, പാപികളെ മുഴുവൻ പാപങ്ങളില്ലാതെയൊക്കെ അവരെ ശുദ്ധീകരിക്കാൻ ഗംഗാനദിക്ക് പ്രത്യേക കഴിവുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ ശ്ലോകം. തത്രാസീനം കുരുപതിം ധൃതരാഷ്ട്രം സഹാനുജം ഗാന്ധാര്യം പുത്രശോകാർത്താം പൃഥാം കൃഷ്ണാം ച മാധവാം. തത്ര പിന്നെ ആസീനം കുരുപതിം ധൃതരാഷ്ട്രം സഹ അനുജം ഗാന്ധാര്യം പുത്രശോകാർത്താം പൃഥാം കൃഷ്ണാം ച മാധവ. അവിടെ ഇപ്പോൾ കുരുവംശത്തിലെ രാജാവ് ആരാണ്? ഇപ്പോൾ യുധിഷ്ഠിര മഹാരാജാവാണ് എന്നാണ്. പിന്നെ അവിടുത്തെ യുധിഷ്ഠിരൻ്റെ സഹോദരന്മാരായിട്ടുള്ള മറ്റ് 4 പേര്, പിന്നെ ധൃതരാഷ്ട്രർ, ഗാന്ധാരി, കുന്തിദേവി, പിന്നെ ദ്രൗപദി ദേവി, ഇവരെല്ലാവരും വല്ലാതെ ദുഃഖത്തോടു കൂടി നിൽക്കുന്നത്. അവിടെ ശ്രീകൃഷ്ണ ഭഗവാനും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം എന്താ? ഭഗവാൻ അവരുടെ ബന്ധുവാണ് അല്ലേ? പാണ്ഡവന്മാരുടെ അമ്മാമൻ്റെ മകനാണ് ഭഗവാൻ. അപ്പോൾ ആ ബന്ധു എന്നുള്ള നിലയ്ക്കും ഈശ്വരൻ എന്നുള്ള നിലയ്ക്കും അവരെയൊക്കെ സമാധാനിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഭഗവാനുണ്ട്. അതിനു വേണ്ടിയാണ് ഭഗവാൻ അവരെ സമാധാനിപ്പിക്കാനാണ് ഭഗവാനും കൂടി അവരുടെ കൂടെ ഉണ്ടായത് എന്നാണ് പറയണത്. ഇതിലുള്ള ഓരോ ഈ മരിച്ചുപോയവർ ഓരോരുത്തരായിട്ട് പരസ്പരം ഒരു വിധത്തിലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും ബന്ധപ്പെട്ടവരാണ് എന്നാണ്. പാണ്ഡവൻ്റെ ജ്യേഷ്ഠനാണ് ധൃതരാഷ്ട്രർ, അവരുടെ പുത്രന്മാരാണ് കൗരവന്മാർ, പിന്നെ അവരുടെ ബന്ധുക്കളായിട്ടുള്ളവർ. അപ്പോൾ എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ ഭഗവാൻ അവരെല്ലാവരെയും വേണ്ട വിധത്തിൽ സമാധാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ സാന്ത്വയാമാസമുനിഭിർ ഹതബന്ധൂൻ ശുചാർപ്പിതാൻ ഭൂതേഷു കാലസ്യ ഗതിം ദർശയന്ന പ്രതിക്രിയാം. സാന്ത്വനിപ്പിച്ചു മുനിഭി, അനേകം മഹർഷിമാരുണ്ട് അവിടെ, മുനിമാരും ഭഗവാനും ഒന്നിച്ചു ചേർന്ന് ആ ദുഃഖിക്കുന്നവരൊക്കെ സമാധാനിപ്പിച്ചു എന്നാണ്. ഹതബന്ധൂൻ ശുചാർപ്പിതാൻ ഭൂതേഷു കാലസ്യ ഗതിം ദർശയൻ അപ്രതിക്രിയാം. അതായത് കാലത്തിൻ്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട്, പ്രകൃതിയുടെ നിയമങ്ങളെക്കുറിച്ചിട്ട്, അലംഘനീയമാണ് പ്രകൃതിയുടെ നിയമങ്ങൾ, അത് സംഭവിക്കേണ്ടത് സംഭവിക്കാതിരിക്കില്ല എന്നാണ് പറയണത്. കാലത്തിനനുസരിച്ച് ഓരോ വിധത്തിലുള്ള കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കും. അതും മാറ്റി തീർക്കാൻ ആർക്കും സാധിക്കില്ല എന്നാണ്. ആരുടെയും മരണം മാറ്റിവെക്കാൻ ഒരാൾക്കും സാധിക്കില്ല. അവരവർ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് പ്രകൃതി അതിനനുസരിച്ചുള്ള ഫലങ്ങളും കൊടുക്കുന്നു. ഇതൊന്നും മാറ്റിമറിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ എല്ലാവരെയും സമാധാനിപ്പിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നു പ്രകൃതിയിലെ നിയമങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ അത് പ്രായോഗികമായിട്ട് എങ്ങനെ ചെയ്യണം എന്ന് ഭഗവാൻ കാണിച്ചു തരുന്നു. എങ്ങനെയാണ് സമാധാനിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്. അപ്പോൾ അതിലെ സാന്ത്വനം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? വളരെയധികം ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നവരെ സാന്ത്വനിപ്പിക്കുക എന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് വൃന്ദാവനത്തിൽ പോകണു. അവിടുത്തെ ഓരോ ക്ഷേത്രങ്ങളിലും ഭഗവാനെ കാണുന്ന സമയത്ത് ഓരോ ക്ഷേത്രങ്ങളിലും കാണാം രാധാ മദൻ മോഹൻ, രാധാ ഗോവിന്ദ്, രാധാ ഗോപിനാഥ്, എല്ലാം രാധാശ്യാമസുന്ദർ, അങ്ങനെയുള്ള ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോഴും എത്ര ദുഃഖങ്ങളുണ്ടെങ്കിൽ ദുഃഖങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നു. അതേപോലെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വരുമ്പോഴും അതെ, എത്ര ദുഃഖങ്ങളുണ്ടെങ്കിലും ഭഗവാന്റെ രൂപം കാണുന്ന സമയത്ത്, ശ്രീകോവിലിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാണ്ടാവണു എന്നാണ്. ദുഃഖം ഇല്ലാണ്ടാവുക മാത്രമല്ല, ആനന്ദം വർദ്ധിക്കുകയും ചെയ്യും ഭഗവാനെ കാണുന്ന സമയത്ത് എന്നാണ്. അതിന് ശേഷം ഭഗവാൻ എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് പറയുന്നു. 5-ാമത്തെ ശ്ലോകം. സാധയത്വാജാതശത്രോः സ്വം രാജ്യം കിതവൈർഹൃതം ഘാതയത്വാ സദോരാജ്ഞ കചസ്പർശക്ഷതായുഷാം. ഭഗവാൻ എന്തെല്ലാമാണ് പ്രവർത്തിച്ചത് എന്നാണ്.
അതായത് സാധയിത്വാ അജാതശത്രോः സ്വം രാജ്യം കിതവൈः ഹൃദം ഘാതയിത്വാ അസതഃ രാജ്ഞഃ കചസ്പർശ ക്ഷത ആയുഷഃ. അജാതശത്രു ആണ്. അതായത് യുധിഷ്ഠിരനെ സംബന്ധിച്ച് അവിടെ ശത്രു എന്നൊന്നില്ല, ശത്രു എന്നൊരാൾ ജനിച്ചിട്ടില്ല എന്നാണ് പറയണത്. ആരോടും ശത്രുതയില്ല, അതുകൊണ്ടാണ് അജാതശത്രു എന്ന് പറയുന്നത് എന്നാണ്. അപ്പോൾ തൻ്റെ ആ യുധിഷ്ഠിരന് അവകാശപ്പെട്ട രാജ്യത്തിനെ അതിന് അർഹതയില്ലാതെ അനർഹമായത് അവർക്ക് അർഹതപ്പെട്ടതിനെ തട്ടിയെടുത്തു കൗരവന്മാർ പല കപടതന്ത്രങ്ങളിൽ കൂടെ എന്നാണ്. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ അപകടങ്ങൾ അനവധി ചെയ്തു അവർ. കാരണം എന്താ? ഘാതയത്വ ആസതവര കചസ്പർശക്ഷതായുഷ. അതായത് പാഞ്ചാലിയുടെ ദ്രൗപദിയുടെ തലമുടി തൊട്ടു, പതിവ്രതയുടെ മുടി തൊട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അവരുടെ ആയുസ് നഷ്ടപ്പെട്ടു നശിച്ചു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എപ്പോഴാണോ പതിവ്രതയായിട്ടുള്ള സ്ത്രീകളുടെ മുടി അത്രയും ശക്തിയുണ്ട് അവർക്ക്, അവർ തലമുടി സ്പർശിക്കുന്നത് ആ സമയത്ത് അതിന് ഒരു അനന്തരമായിട്ടുള്ള ഫലമില്ലാതിരിക്കില്ല എന്നാണ്. സീതാദേവിയുടെ തലമുടി പിടിച്ചിട്ടാണ് രാവണൻ പുഷ്പകുമാരത്തിൽ കയറ്റിയിട്ട് ലങ്കയിലേക്ക് കൊണ്ടുപോയത്. എന്താ അത് കാരണം? അതിൻ്റെ ഫലമായിട്ട് രാവണൻ്റെ ലങ്കയും മുഴുവൻ നശിച്ചു. എന്തേ? കചസ്പർശക്ഷതായുഷ. അപ്പോൾ പതിവ്രതയുടെ മുടി തൊട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് അതിഭയങ്കരമായിട്ടുള്ള ആപത്ത് വരും എന്നാണ്. അതേപോലെ തന്നെ ദേവകി ദേവിയുടെ തലമുടി പൂമാലയണിഞ്ഞ് മനോഹരമായിട്ടുള്ള മുടി, അതോ നവവധുവിൻ്റെ വേഷത്തിൽ ഉള്ള സമയത്ത് ആ തലമുടി പിടിച്ചിട്ട് ആ വഴിയിലേക്ക് രാജവീതിയിലേക്ക് ഇറക്കി, തേരിൻ്റെ മുന്നിലേക്കായിട്ട് ഇറക്കി പിടിച്ചു വലിച്ചു. തലമുടി പിടിച്ചിട്ടാണ് കൊല്ലാനായിട്ട് പുറപ്പെട്ടത് കംസൻ. അതിൻ്റെ ഫലമായിട്ട് കംസൻ മരിച്ചു. കംസൻ്റെ സഹോദരന്മാരെ കുറേണ്ട എല്ലാവരും നശിച്ചു അവിടെ എന്നാണ്. അപ്പോൾ അത് സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും ഈ നമ്മൾ ഒരു രാജ്യത്തിൽ ഒരു ഭരണാധികാരി എങ്ങനെയൊക്കെയാണ് ജനങ്ങളെ രക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ട് പറയുന്നു ഇവിടെ എന്നാണ്. അതായത് ബ്രാഹ്മണരെ പശുക്കളെ, പിന്നെ സ്ത്രീകളെ, കുട്ടികളെ, പ്രായം ചെന്നവരെ, ഇവർക്കൊക്കെ വേണ്ട ഒരു സംരക്ഷണം കൊടുക്കണം. അല്ലെങ്കിൽ ആ രാജ്യത്തിൽ അതിഭയങ്കരമായിട്ടുള്ള ആപത്തുകൾ വന്നു ചേരും, ആ രാജ്യം നശിക്കാതിരിക്കില്ല എന്നാണ്. ഇനി 6ാമത്തെ ശ്ലോകം. യാജയത്വാശ്വമേധേസ്ത്വം ത്രിഭിരുത്തമകൽപകൈഃ തദ്യശ പാവനം ദിക്ഷോ ശതമന്യോരിവാദനോൽ. യാജയിത്വാ അശ്വമേധൈഃ തം ത്രിഭിഃ ഉത്തമകൽപകൈഃ തദ് യശ പാവനം ദിക്ഷുഃ ശതമന്യോഃ ഇവ അതനോൽ. യാജയിത്വ യജ്ഞങ്ങൾ ചെയ്യിപ്പിച്ചു. ആരെക്കൊണ്ട്? അശ്വമേധയാഗങ്ങൾ ചെയ്യിപ്പിച്ചു യുധിഷ്ഠിര മഹാരാജാവിനെ കൊണ്ട് എന്നാണ്. 3 അശ്വമേധയാഗങ്ങൾ ചെയ്യിപ്പിച്ചു. എന്നിട്ടോ ഉത്തമകൽപകൈഃ, അതായത് വേണ്ട വിധത്തിൽ അതിന് യോജിച്ചിട്ടുള്ള ആചാര്യന്മാരുമായിട്ട്, അതിന് വളരെ വിശേഷപ്പെട്ട പരിശുദ്ധമായിട്ടുള്ള ദ്രവ്യങ്ങളോട് കൂടിയിട്ടുള്ള 3 അശ്വമേധ യാഗങ്ങൾ ചെയ്യിപ്പിച്ചു യുധിഷ്ഠിര മഹാരാജാവിനെ കൊണ്ട്. അങ്ങനെ തദ് യശ പാവനം ദിക്ഷു. അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ യശസ് ലോകം മുഴുവൻ, നമ്മളെ ഭൂമിയിൽ മാത്രമല്ല ആ സ്വർഗാദി ലോകങ്ങളിൽ വരെ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ യശസ് കീർത്തിക്കപ്പെട്ടു എന്നാണ്. 100 യാഗം ചെയ്ത ശതമന്യോരിവാദനൽ എന്നാണ് പറയുന്നത്. 3 യാഗങ്ങളെ കൊണ്ട് 100 യാഗം ചെയ്ത ദേവേന്ദ്രനേക്കാൾ കീർത്തി, പ്രശസ്തി ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിന് കൊടുത്തു എന്ന് പറയുമ്പോൾ ഭഗവാന്റെ കരുണയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. യുധിഷ്ഠിര മഹാരാജാവിൻ്റെയും ഇന്ദ്രൻ്റെയും യാഗത്തിൻ്റെ ഒരു വ്യത്യാസം എന്താണ്? യുധിഷ്ഠിര മഹാരാജാവിൻ്റെ യാഗത്തിൽ ഭഗവാൻ പൂർണ്ണമായിട്ട് സന്നിഹിതനായിരുന്നു എന്നതാണ്.
എന്നാൽ ഇന്ദ്രൻ്റെ യാഗത്തിൽ ഭഗവാനുണ്ടോ? ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഒരാൾ സത്കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ ലോകം മുഴുവൻ അതിനെ വളരെയധികം പ്രകീർത്തിക്കുന്നു എന്നുള്ള ഒരു ആശയം കൂടി ഇതിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്നതാണ് എന്നാണ്. 7ാമത്തെ ശ്ലോകം. ആമന്ത്രിയ പാണ്ഡുപുത്രാംശ ശയനേയോദ്ധവ സംയുത ദ്വൈപായനാദിഭിർവിപ്രേ പൂജിതേ പ്രതിപൂജിതാം. ആമന്ത്രിയ പാണ്ഡുപുത്രാൻ ച ശയനേയ ഉദ്ധവ സംയുത ദ്വൈപായനാദിഭി വിപ്രൈ പൂജിതൈ പ്രതിപൂജിത. ഇവിടെ ഉദ്ധവൻ സാത്വിക മുതലായുള്ളവരൊക്കെ ദ്വാരകയിൽ നിന്നും എത്തിച്ചേർന്നിട്ടുണ്ട്. ഭഗവാനെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം മഹാഭാരത യുദ്ധത്തിന് ഇവിടെ വന്നിട്ട് ഭഗവാൻ തിരിച്ചു പോയിട്ടില്ല. ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് ദ്വാരകയിൽ നിന്നും ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. പാണ്ഡുപുത്രാംശ്ചാം പിന്നെ വ്യാസൻ മുതലായിട്ടുള്ള മഹർഷിമാർ അവരെല്ലാവരും പിന്നെ ബ്രാഹ്മണർ ഇവരെല്ലാവരെയും ഭഗവാൻ പൂജിച്ചു. ഭഗവാനെ അവരും പൂജിച്ചു. പാണ്ഡവന്മാരെല്ലാവരെയും ഒന്നിച്ച് പൂജിച്ചവരുടെയൊക്കെ അനുഗ്രഹാശിസ്സുകൾ നേടി എന്നാണ് പറയണത്. ഭഗവാൻ എന്താ ബ്രാഹ്മണരെ പൂജിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ക്ഷത്രിയ കുലത്തിലാണ്. ഇപ്പം അവതാരം ക്ഷത്രിയ കുലത്തിലാണ്. അതുകൊണ്ട് ക്ഷത്രിയർ ബ്രാഹ്മണരെ ബഹുമാനിക്കണം എന്നുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിനെ പരിപാലിച്ചുകൊണ്ടാണ് ഭഗവാൻ ബ്രാഹ്മണരെ മുഴുവൻ പൂജിക്കുന്നത്. ബ്രാഹ്മണരെന്തിനാണ് ഭഗവാനെ പൂജിക്കുന്നത്? ഭഗവാൻ അവതരിച്ചത് ഗോ ബ്രാഹ്മണഹിതായ ഭഗവാൻ അവതരിച്ചത് പശുക്കളെയും ബ്രാഹ്മണരെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ധർമ്മത്തെ രക്ഷിക്കാൻ ഭഗവാൻ അവതരിച്ചത്. അപ്പോൾ എല്ലാത്തിനും ഉത്ഭവസ്ഥാനമായിട്ടുള്ള ഭഗവാന്റെ ദിവ്യമായ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ബ്രാഹ്മണർ ഭഗവാനെയും പൂജിക്കുന്നു. അപ്പോൾ പരസ്പരം അവർ പൂജിച്ചു. പരസ്പരം അവർ എല്ലാവർക്കും ആനന്ദത്തിൻ്റെ ഒരവസ്ഥയായി വരുന്നു എന്നാണ്. ഇനി 8ാമത്തെ ശ്ലോകം. ഗന്ധം കൃതമതിർബ്രഹ്മൻ ദ്വാരകാം രഥമാസ്ഥിത ഉപലേഭേഭിധാ വന്ദേം ഉത്തരാം ഭയവിഹ്വലാം. ഗന്ധം കൃതമതിർബ്രഹ്മൻ ദ്വാരകാം രഥമാസ്ഥിത ഉപലേഭേഭിധാ വന്ദേം ഉത്തരാം ഭയവിഹ്വലാം. അങ്ങനെ ഗന്ധം കൃതമതി ബ്രഹ്മൻ ദ്വാരകാം രഥം ആസ്ഥിത ഉപലേഭേ അഭിധാവന്തിയും ഉത്തരാം ഭയവിഹ്വലാം. ഭഗവാൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഇവിടെ ഉത്തരാദേവി വളരെ ഭയത്തോടു കൂടിയിട്ട് മരണത്തെ നേരിൽ കാണാൻ ഉത്തരാദേവി വളരെ ഭയത്തോടു കൂടി ദുഃഖത്തോടു കൂടി ഭഗവാന്റെ ആ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയും ഭാഗം നമ്മൾക്കിവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു. ഇനി അടുത്ത 1-2 ശ്ലോകങ്ങളുടെ കഴിഞ്ഞാൽ കുന്തിദേവിയുടെ സ്തുതിയാണ് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുക. അത് നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ അവതരിപ്പിക്കാം. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇത് കാണുന്ന ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക. അവനവന് വേണ്ടപ്പെട്ട അവനവൻ്റെ ബന്ധുക്കൾക്കും അതേപോലെ അവനവൻ്റെ ആ സുഹൃത്തുക്കളായിട്ടുള്ളവർക്കും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. അതുമാത്രമല്ല അതിനെ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും മടിക്കരുത്. ശ്രീമദ് ഭാഗവതം വായിക്കുക. അതിൽ ഒരു ശ്ലോകപാദം എന്നാണ് പറയണത്. ശ്ലോകത്തിൻ്റെ ഒരു പകുതി ഉണ്ടായാൽ മതി നമുക്ക് രക്ഷപ്പെടാനായിട്ട് ആ ദുഃഖത്തിൽ നിന്നും. അപ്പോൾ ഭാഗവതത്തിൻ്റെ ആ ശ്ലോകങ്ങൾ ഇതിൽ കൂടെ നമ്മൾക്ക് കേൾക്കാനും അറിയാനും പഠിക്കാനും സാധിക്കും. അതിൻ്റെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആ ഒരു ചൈതന്യം ലോകമെങ്ങും എത്തിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണത്. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ സന്ദർഭത്തിന് ഉപയോഗിക്കേണ്ടത് നമ്മളുടെ കടമയാണ്. അതുകൊണ്ട് എല്ലാവരും അതിനെ ശ്രദ്ധിക്കും എന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ.